ഹലോ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചെന്നൈയിലെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഗൈസ്, നമ്മളത് ഇവിടെ പള്ളിയിലാണ്. പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. നമ്മൾ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വന്നിരുന്ന് ബ്ലോഗ് എടുക്കാൻ, ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചേട്ടാ ഇസ് ദിയർ, ഞാൻ ഇസ് ദിയർ, ഓൾവേസ് ഗുഡ്, അല്ല ഓളർ ഗുഡ്. പിന്നെ ഇവിടെ പരിപാടിയെല്ലാം ഇന്നലെ വൈകിട്ട് സെറ്റ്, ഇന്ന് രാവിലെ വന്ന് കുറച്ച് ബലൂൺ കെട്ടും പരിപാടിയൊക്കെ ഉള്ളായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം തീർന്നു. ഇവിടെ ഞങ്ങൾ പിന്നെ എല്ലാം റെഡിയായി, റൂമിൽ പോയി കുളിച്ച് റെഡിയായി, ഡ്രസ്സൊക്കെ ഇട്ട് ചേട്ടൻ്റെ കോസ്റ്റ്യൂം നോക്കും പുതിയതാണ്. ഇനിയല്ല നമ്മുടെ പരിപാടി. ഇനി നമുക്ക് ഇവിടുത്തെ കുർബാന മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുഡുണ്ട്. പിന്നെ ഫുഡ് കഴിയുമ്പോഴത്തേന് നമ്മൾ കഴിയുമ്പോൾ ആൾക്കാരെല്ലാം പോകും. പിന്നെ അത് കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് അതൊക്കെ ഇവിടെ എല്ലാം അടിക്കണം, ഇന്നലെ കെട്ടിയതൊക്കെ. അത്രയൊക്കെ ഉള്ളൂ. അത് ഉച്ച കഴിഞ്ഞത്തെ പ്ലാൻ എന്നാ? ഉച്ച കഴിഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്യാം, സമയമുണ്ടല്ലോ, നമ്മൾ അറിയിക്കുന്നതായിരിക്കും വഴിയെ. ഗൈസ്, എനിക്കിപ്പോൾ യാത്രയെ പറ്റി ഒരു ഐഡിയ ഇല്ല. അവിടെ ഒരു വ്യക്തിനെ കണ്ടിരിക്കുകയാണ്. ആ കാലും പൊക്കി നിൽക്കുന്ന ആളെ കണ്ടോ? സ്റ്റൈലായിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടോ? ഇവിടുത്തെ ഓളിനോളാണ് ഗൈസ്, ഓളിനോളാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആൾക്കാരുടെ മുമ്പ് വെച്ച് എടുക്കാൻ ചാച്ചിന് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടല്ലേ ഗൈസ്? ഞാൻ നാറും, നിങ്ങൾക്ക് അറിയില്ല. നാറാനല്ല, ഫൈൻ ഗൈസ്. ഇതിക്കൊണ്ട് എന്ത് നാറായി. ഫൈൻ ഗൈസ്, കാണാം. Guys, this is Arun bro. This is David bro. ഏതോ ബ്രോ, ബ്രോയുടെ പേരറിയില്ല. This is our brother bro. നമ്മുടെ മാതാപിതാക്കന്മാർ കുട്ടികുമാർ സഹോദരിമാർ വിശ്വാസമായ ഈ ലോകത്തെ സത്യസമയത്ത് ഈ ലോകം ഏർപ്പെടുപോയ എല്ലാവരും വിശ്വസിക്കും. വിശ്വാസികളിൽ ഇവരെയും നമുക്ക് സഹകരിക്കും. പറഞ്ഞോ, നമ്മള് സപ്ലിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകും. സപ്ലിമെന്റ് അരുൺ, സപ്ലി അരുൺ. പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അരുൺ ചേട്ടയാണ്. കണ്ടോ, കയ്യിരിക്കുന്നുണ്ടോ? അതെ, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെന്ത് നമ്പറുണ്ട്. പല നമ്പർ കയ്യിലുണ്ടെങ്കിലും ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ല. അതുണ്ടോ? നല്ല തിരക്കാണ്. നമുക്കിനി ഫുഡ് കഴിക്കണം. നമുക്ക് നെഞ്ചൂരി വിളിക്കാം. നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ കൂട്ടി അവരൊക്കെ കഴിച്ചു. കാന നോക്കിച്ചേട്ടാ. ഗിംബലൊക്കെ പഠിക്കുകയാണ്. നമുക്ക് ഉടനെ പറഞ്ഞ സെറ്റ് ആക്കേണ്ടതാണ് ഗിംബൽ സിസ്റ്റം. നമ്മൾ പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. യെസ്, നമുക്ക് ഇതൊക്കെ അഴിക്കണം, പൊളിക്കണം. കെട്ടി വെച്ചേക്കുന്ന എല്ലാം നമുക്ക് അഴിക്കാനുള്ളതാണ്. പൊളി തുടങ്ങി നമുക്ക് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. നമുക്ക് റൂമിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് ഇനി ഡ്രസ്സ് മാറിയിട്ട് വന്ന് ബാക്കിയെല്ലാം അഴിച്ചൊക്കെ വെക്കണം. മടുത്തിട്ടില്ല അല്ലേ? മടുത്തിട്ടില്ല. കുറച്ചു നേരം നല്ല ചൂടാണ് ഗൈസ്, നല്ല വെയിൽ, നല്ല ചൂടുമാണ്. അതിൻ്റെ അല്ലെങ്കിൽ അല്ലാത്ത ചാർജാണ് ഗൈസ്. ഉടനെ കൈ അങ്ങോട്ടിടുക.
അപ്പം ഹായ്. അയ്യോ നമ്മളപ്പോ പരിപാടിയെല്ലാം കഴിഞ്ഞു, ചായ കുടിച്ചു. ഇനി നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ഫ്ലെക്സ് ഒക്കെ അഴിക്കാനൊക്കെ ഉള്ള എല്ലാം കഴിഞ്ഞു. പിന്നെ ഔട്ട്ഡോറിന്റെ അവിടെ ഉള്ള കുറച്ച് ഫ്ലെക്സ്, ഒരു ഫ്ലെക്സ് 2 ഫ്ലാഗ് ഊരാനുണ്ട്. അതുകൂടെ നമ്മൾ വർക്കിനത്തെ ഫിനിഷ് ചെയ്യുന്നു. ഇനി നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കുന്നു. അടുത്ത പ്രോഗ്രാം എന്താ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യാം. അടുത്തു എന്നാലും നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യും അല്ലേ? ആരാ നമ്മുടെ ഒറ്റ മൈൻഡാ എവിടെയും എല്ലാരും ഒറ്റ ബുദ്ധിയാ. നമുക്കിനി നമ്മൾ ഈ ഫ്ലെക്സ് അഴിക്കണം, ആ കൊടി അഴിക്കണം. അയ്യോ പക്ഷെ അവിടെ എല്ലാ ആളായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ക്യാമറ ആയിട്ട് നോക്കിയാൽ നമുക്ക് ഊപ്പ് കിട്ടും. ഓക്കെ ബൈ ബൈ ഗൈസ്. അപ്പം എല്ലാം അഴിക്കട്ടെ. Okay, baby. Bye. Okay. മതി അത് കഴിക്കാൻ പറ്റുമോ ഗൈസ്? നമ്മള് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തെടുക്കാൻ പോവാ? ചില്ലി ചെയ്യാൻ പോവാ. അടിപൊളി ബീച്ചിലേക്കാണ്, പ്രൈവറ്റ് ബീച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അവിടെ പോയി അടിച്ചു പൊളിക്കുന്നു, തകർക്കുന്നു. ഇതാണ് രഞ്ജു, നമ്മുടെ ഡിസൈനിങ് പബ്ലിസിറ്റി കമ്മ്യൂണിറ്റി കൺവീനറാണ്. അതെ, ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ് ബീച്ചിലേക്ക്, പ്രൈവറ്റ് ബീച്ചിലേക്ക് പ്രൈവറ്റ് ആയിട്ട് പോകാറുള്ളതാണ്. ആളുടെ കോൺടാക്ട് ഒറ്റയ്ക്കാണോ? അല്ല, അതെ അതെ, പുള്ളിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സിന് ഇനി ഒരു 996. ഓക്കെ, അപ്പൊ നമുക്കിനി ബീച്ചിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. ഔട്ടിങ് കഴിഞ്ഞാലേ ഇനി തിരുനാളിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയൂ. അയ്യോ 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 അയ്യോ. അപ്പൊ വീടിന്റെ റിയാക്ഷൻ കിട്ടതാ. അതെ, നമുക്കിനി ബീച്ചിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ആ കറങ്ങുന്നതാണ് ചെന്നൈ ലൈറ്റ് ഹൗസ്. ഓക്കെ, അതിങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. കാറ്റുള്ളപ്പം. കാറ്റില്ലാത്തപ്പം കറക്കൂന്നാ കേട്ടത്. നമുക്ക് മേളിൽ കയറാൻ പറ്റും. നമുക്ക് നാളെ രാവിലെ വന്ന് കയറാം. അവിടെ വരെ പോവാം. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അവിടെ. സോ നമ്മൾ നാളെ അതിന്റെ മേളിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. അതിപ്പോ വൈകുന്നേരം അടയ്ക്കും. അതാ അല്ലേ? ചെന്നൈയിലെ സൺഡേ മറീന ബീച്ചിലുള്ള ട്രാഫിക്കാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ട്രാഫിക്. നമുക്കിനി രജിച്ചേട്ടായി സ്വന്തം റോഡ് പോലെ റോഡൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. ഇത് കണ്ടോ? ഹൗ ഈസി ഇങ്ങനെ നടക്കുക. ഈ വിശാലമായി പരന്ന് കിടക്കുന്നതാണ് മറീന ബീച്ച്. നമ്മളിവിടെ അല്ല കുളിക്കുന്നത്. നമ്മുടെ ബസ് വന്നു. നമുക്കിനി ബസ് കയറിയിട്ട് ബാക്കി കാണാം. ഇവിടുത്തെ ബസ്സിലൊക്കെ UPI വന്നിട്ടുണ്ട് അല്ലേ? നാട്ടിലുണ്ടല്ലോ. നാട്ടിലും വന്നു. ആ ബസ് കയറിയില്ലേ? അതെ, നാട്ടിൽ ആ ബസ്. ഇവിടുത്തെ ബസ് എത്തിയിരിക്കുന്നു. യെസ്, ഇല്ലേ ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ കയറാം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടിണംപാക്കം ബീച്ചാണ്. ഓക്കെ, പട്ടിണംപാക്കം ബീച്ച്. ഇതിന്റെ നേരെ പുറകിലാണ് നമ്മുടെ സാന്തോം ചർച്ച്, അതായത് സെന്റ് തോമസിന്റെ കബറിടമൊക്കെ ഉള്ളത്. നമ്മളിപ്പോ പോകുന്നത് തിരുവണ്ണൂർ ബീച്ച്. ഓക്കെ, ബൈ ബൈ. അതിന് നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് കാണാം. നമ്മളെല്ലാം മടുത്തിരിക്കുവാണ്. നമ്മൾ ഭയങ്കരമായിട്ട് മടുത്തിരിക്കുകയാണ്. ചാർജ് ആവണം. അപ്പൊ നമ്മൾ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അല്ലല്ല, ഇപ്പൊ വരുവേ, ഇപ്പൊ ചാർജ് ആവും. ഇപ്പൊ ചാർജ് ആയി. ചാർജ് അല്ലേ? ആവാൻ വേണ്ടി ചാർജ്. യെസ്, ഗോലി സോഡ. പൊട്ടിക്കണം. ഹലോ ഗായ്സ്,
യെസ് ഫൈനലി വി റീച്ച് എവിടെ രഞ്ജിച്ചേട്ടേ പറ എവിടെ എവിടാ എവിടാ അന്ന് അരുഞ്ചേട്ടേ പറ എവിടാ എവിടാ ചാച്ച നീ പറ എവിടാ എടാ അങ്ങനെ നമ്മൾ തിരുവാൻമിയൂർ ബീച്ചിലെത്തിയിരിക്കുന്നു. എന്തിനാ? കുളിക്കാൻ. ഇന്ന് നമ്മൾ കുളിക്കും. സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള തോട്ടിൽ ത്രോട്ട്സ്. അതെ, ത്രോട്ടിൽ ത്രോട്ട്സ്. നോക്കൂ എന്താ ഉള്ളേ? ഒരു കൊല ഈന്തപ്പഴം. ഓക്കെ, ആ കാണുന്ന ബീച്ച് കേട്ടോ, നിങ്ങക്ക് കാണാവോ? അങ്ങേറ്റത്ത് കാണുന്ന ആ ബീച്ച്. ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടപ്പുണ്ട്, DJ ഒക്കെ അമ്പലത്തില്. സോ ധ്യാന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കൈയടിച്ചുള്ള ധ്യാനം. ഇവിടെ ഒരു വലിയ റിസോർട്ട് ഉണ്ട്, റിസോർട്ടോ ഹാളോ അങ്ങനെ എന്തോ ഐറ്റം ഉണ്ട്. അടിപൊളിയാണ്. ചെന്നൈ വന്നിട്ട് നമ്മൾ ബീച്ച് കാണാതെ പോകുന്നത് ശരിയല്ലായതുകൊണ്ട് നമ്മൾ ബീച്ച് കാണാൻ വേണ്ടി ഇവിടെ ബീച്ച് കണ്ട് അറിയാൻ പോവാ. നമ്മളെ കണ്ട് കാണ് എന്നാ തന്നെ ഇത് റിസോർട്ട്. ഇത് എന്താ റിസോർട്ടാണോ ഹാളാണോ? വായിച്ചു നോക്കണോ ഗായ്സ്? കടലിലെത്തി ഗായ്സ്. നമ്മളിതേ കടലേ വൃത്തി മരീന ബീച്ച് നോക്കുമ്പോ ഫാർ ബെറ്റർ. ആ, ഞങ്ങൾ യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. എവിടെ എന്താ? സിംഗപ്പൂരാ. ഈ ബീച്ചിന്റെ അപ്പുറം സിംഗപ്പൂരാന്നാണ് ആരുടെ അറിവ്. ത്രോട്ടിൽ തോട്ട്സ് പറഞ്ഞിരിക്കുന്നത്. തോട്ടിൽ തോട്ട്സ്. നമ്മൾ തുള കണ്ടെത്തിയിരിക്കുന്നു. തുളയിൽ തവളയാണെന്നാണ് കണ്ടുപിടുത്തം. അതെ, ഉണ്ടോ? ഇവിടെ ആരേലും ഉണ്ടോ? ആ, നോക്കിയിടണേ. ഞങ്ങളുടെ കുളി കഴിഞ്ഞിരിക്കുന്നു. എന്താ അയ്യോ അമ്മേ, അതല്ലേ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാലോടത്ത് നിക്കാൻ പറ്റുന്നില്ല. ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യണം തിരുവാൻമിയൂരിലെ ബീച്ചിലെ കുളി. അതെ, ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ബ്രോസ്. അടിപൊളിയായിരുന്നു. ചേച്ചിയല്ല, എല്ലാം ഞങ്ങളുടെ കുളി. ഓക്കെ, നല്ല വൈബായിരുന്നു. ഇതാണ് കടല്. അതെ, കടല് കാണാവോ? കണ്ണീരല്ല. ആ കാണുന്നതാണ് കടൽ. ആ കടലിലാണ് ഞങ്ങൾ കുളിച്ചത്. രാജു പറ. ഒന്നും പറയാനില്ല. അരിച്ചേട്ടായി കുളിയെ പറ്റി പറയുവാണെങ്കിൽ എന്റെ കൂടെ ഉണ്ടാകുന്ന തോട്ടിൽ ത്രോട്ട്സ് ആണ്. സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും ബെസ്റ്റ് കുളിക്കാണ്ടിയാണ്. അപ്പൊ ആ കുളിയുടെ കൂടെ കുളിക്കാൻ പറ്റി. അതെ, തോട്ടിൽ ത്രോട്ട്സിൽ ദിപ്പ് കണ്ടില്ലേ? തോട്ടിൽ ത്രോട്ട്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കുളിക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ ഐ തിങ്ക് ലൈഫിലെ ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ് ഞാൻ. അപ്പോ അതിന്റെ കൂടെ തിരുവാൻമിയൂരിലെ വെള്ളം, ഉപ്പ് എല്ലാം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. കോട്ടയത്ത് നിന്ന് വന്ന ഇവരുടെ കൂടെ കൂടി പോകുമ്പോ ഈ കാണുന്നതൊക്കെ ബീച്ചാണ്. ആ കാണുന്നതും ബീച്ചാണ്. ഇവിടെ കാണുന്നതും ബീച്ചാണ്. അതെ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. മൈലാപ്പൂർ ടു സിംഗപ്പൂർ. അത് മറ്റേടത്ത് റോഡ് വീൽസിലോ. ഓക്കെ, ബൈ ബൈ, സീ യു. നമുക്ക് മഷ്റൂം സൂപ്പ്, ചെന്നൈ സ്പെഷ്യൽ മഷ്റൂം സൂപ്പ് ചേച്ചിയുടെ കടയിൽ നിന്ന്. ആഹാ ഗൈസ്, അപ്പം നമ്മുടെ ദിവസം ഇങ്ങനെ അങ്ങ് തീരുവാണ്. ഇന്നത്തെ ചെന്നൈത്തെ രണ്ടാമത്തെ ദിവസം തീരുവാണ്. നമ്മളിത് ഇപ്പം ഫുഡൊക്കെ കഴിച്ചു, അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളൊന്ന് ബീച്ചിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മളിപ്പോൾ ഇതേ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളിപ്പോൾ മട്ടൻ ബിരിയാണി കഴിച്ചു. ഇന്നും വയറ് പുലാബായി. ഇനി നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി. ഞങ്ങൾ വന്ന വണ്ടിയുടെ. അപ്പം ഈ ആയിട്ട് വേറെ സ്കൂട്ടറെ ഒരു ബൈക്കെ ചവിട്ടിക്കൊണ്ട് പോരാൻ വേണ്ടി അവിടെ പോയേക്കാം.
ഞങ്ങളിപ്പോൾ വീട് വരെ വന്നിറങ്ങി. ഇനി ഒരു ബൈക്കും ഒരാളും കൂടെ വന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടി 2 ആളെ പോയേക്കുക. അവർ വരുന്നുണ്ടായിരിക്കും അവിടുന്ന്. നന്നായിട്ട് അടിച്ചു പൊളിച്ചു. ഞങ്ങൾ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമിൽ കടലിൽ ഇറങ്ങി നന്നായി കുളിച്ചു. ഒരു സീ ബാത്തൊക്കെ ചെയ്തു. നന്നായിട്ടൊരു സീ ബാത്ത് ചെയ്തു. നമ്മുടെ വണ്ടി തള്ളി ഇവിടെ കൊണ്ടുവന്നു. ഇനി റൂമിൽ കയറിയൊരു കിടപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി കിടക്കണം. നാളെ രാവിലെ എന്തോ സൺറൈസ് ഒക്കെ കാണാൻ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി സൺറൈസ് കാണാൻ നാളെ രാവിലെ 5:30 ആകുമ്പോൾ എഴുന്നേക്കണം. സോ ഇന്ന് നേരത്തെ കിടക്കണം എന്നാണ് പ്ലാനിങ്. ഇന്നലെ നമ്മൾ ഉറങ്ങിയില്ല, പിന്നീട് ഉറങ്ങണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ വന്നു, അടിപൊളിയായിട്ട് എല്ലാം തീർന്നു. ജസ്റ്റ് നമ്മൾ സപ്ത് ഗൈസ്. എന്താണ് ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനുള്ളത്? കുറെ നാളത്തെ ശേഷം നല്ല പണിയെടുക്കുന്ന ദിവസം. ശരീരം മൊത്തം ചത്ത്. ഈ തലവേദന മാത്രമായിരുന്നില്ല, കഴുത്തിൻ്റെ മൊത്തത്തിൽ നല്ല ക്ഷീണമുണ്ട് ഗൈസ്. നമ്മുടെ അവസ്ഥ, എനിക്ക് അങ്ങനെ വേദനകളൊന്നുമില്ല, എന്നാൽ ഭയങ്കര ക്ഷീണമാണ് ഗൈസ്. രാവിലെ തൊട്ടും അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കൊണ്ടു. ദിവസം എല്ലാം കഴിഞ്ഞ് പറ്റുന്ന ക്ലിപ്പൊക്കെ ആഡ് ചെയ്യാം.